Meet the editors. ചോദ്യം പ്രതിപക്ഷത്തിന്റെ ചൂടറിഞ്ഞു. ഉണ്ണി ബാലകൃഷ്ണൻ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ കണ്ട ഫീലിംഗ് ആയിരുന്നു. 2 മണിക്കൂർ നേരം ഒരു സിനിമയുടെ ഏകദേശം ദൈർഘ്യമുണ്ടായിരുന്നു. കണ്ടാൽ പലതവണ തിരിച്ചും മറിച്ചും കാണാൻ തോന്നുന്ന രീതിയിൽ പല കട്ടുകളും ക്ലിപ്പിങ്ങുകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് പാർലമെൻറ്റിൽ കണ്ട ഏറ്റവും ഒരു ക്ഷുഭിത യുവനത്തിൻ്റെ പ്രസംഗം പോലെ കേട്ടു. പ്രതിപക്ഷത്തിൻ്റെ ചൂടറിഞ്ഞോ ഭരണപക്ഷം? പ്രതിപക്ഷത്തിൻ്റെ ചൂടറിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അതിനുമപ്പുറം ഈ 2024 ജനവിധിയുടെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ സമയം തിരിച്ചറിഞ്ഞ ഒരു ദിവസമാണിന്ന് പാർലമെൻറ്റിൽ കണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കറിയാമല്ലോ, ഈ 2014 നരേന്ദ്രമോദിക്കും BJPക്കും കേവല ഭൂരിപക്ഷമാണ് ഇന്ത്യൻ ജനത സമ്മാനിച്ചത്. 282 സീറ്റ്, കേവല ഭൂരിപക്ഷം 272 10 സീറ്റേ അധികം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും ആ വിജയത്തിൻ്റെ പ്രാധാന്യം എന്താണ്? 1984 അവസാനമായി ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടുന്നത്. അത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഒരു ഘട്ടത്തിലും ഒരു പാർട്ടിക്കും ഏതാണ്ട് 30 വർഷക്കാലം ഇന്ത്യൻ ജനത ഏകപക്ഷീയമായി ഭൂരിപക്ഷം നൽകിയിട്ടില്ല. അപ്പോൾ 2014 നരേന്ദ്രമോദിക്കും BJPക്കും അനുകൂലമായൊരു തരംഗമുണ്ടാവുകയും വളരെ ശക്തമായൊരു വിജയം അവർക്ക് നേടാൻ കഴിയുകയും ചെയ്തു. അതോടുകൂടി വലിയ ധാർഷ്ട്യത്തോടു കൂടിയാണ് BJPയും നരേന്ദ്രമോദിയും ഒക്കെ പാർലമെൻറ്റിലേക്ക് എത്തിച്ചേർന്നത്. അന്നും പ്രതിപക്ഷം മോശമൊന്നുമല്ല, 282 സീറ്റേ BJPക്ക് ഉള്ളൂവെങ്കിൽ കൂടിയും. പക്ഷേ അന്ന് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്കാണ് മൂക്കുകുത്തി വീണത്. 2019 വരുമ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയെന്ന് മാത്രമല്ല, 300 കടന്നു. അപ്പോൾ കൂടുതൽ അഹങ്കാരത്തോടെ, കൂടുതൽ ധാർഷ്ട്യത്തോടു കൂടി വരുന്ന ഒരു ഭരണനിരയെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷം ഏതെങ്കിലും നിലവാരത്തിൽ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഭരണപക്ഷം പെരുമാറുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടോ ഇന്ത്യൻ പാർലമെൻറ്റിൽ? എന്ന് മാത്രമല്ല, പ്രതിപക്ഷം മുട്ടുമടക്കിയിരിക്കുക കൂടിയായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പം കഴിഞ്ഞ 10 വർഷവും ഇതേ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണ്? ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം ഏതാണ്ട് വലിയൊരു ഭൂരിപക്ഷം ഈ BJPക്കും നരേന്ദ്രമോദിക്കും പിന്നിൽ അണിനിരന്നിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയ ശബ്ദമൊന്നും ഉയർത്തുവാനുള്ള ശക്തി പാർലമെൻറ്റിൽ കിട്ടില്ല. കാരണം ജനവികാരം അതാണ്, പാർലമെൻറ്റിന് പുറത്തുള്ള ജനവികാരം അതാണ്. ജനങ്ങളുടെ പിന്തുണ മുഴുവൻ BJPക്കും നരേന്ദ്രമോദിക്കുമായിരിക്കുന്നു. എന്നാൽ 2024 എന്ന് പറയുന്ന ഒരു ഒറ്റ പാർട്ടിക്കും ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിപക്ഷം കൊടുത്തിട്ടില്ലെന്നേ. 240 സീറ്റേ BJPക്കുള്ളൂ. 240 സീറ്റ് കൊണ്ട് BJPക്ക് ഭരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് ഉണ്ടായത്. മറുപക്ഷത്ത് എന്താ സംഭവിച്ചത്? അതിശക്തമായൊരു പ്രതിപക്ഷമുണ്ടായി. അപ്പോൾ ഇന്ത്യൻ ജനത വളരെ കൃത്യമായൊരു വിധിയെടുത്ത് നടത്തിയിരിക്കുന്നു. ആ വിധിയിലൂടെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏകാധിപത്യപരമായ ഒരു ഭരണവാഴ്ചയും ഇവിടെ ആവശ്യമില്ല, ഏകാധിപതിയായ ഒരു ഭരണകർത്താവിനെയും ഇവിടെ ആവശ്യമില്ല. രാജ്യത്ത് ജനാധിപത്യം പുലരട്ടെ, രാജ്യത്ത് ജനാധിപത്യവും ഭരണഘടനയും നിലനിൽക്കട്ടെ, മതേതരത്വം നിലനിൽക്കട്ടെ. ഇത്തരത്തിലുള്ള ഒരു ജനവിധിയാണ് 2024 ആ ജനവിധിയുടെ മുഴുവൻ ശക്തിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലൊരു പ്രസംഗം ഇന്ന് പാർലമെൻറ്റിൽ നടത്താൻ കഴിഞ്ഞത് ഇന്ത്യൻ ജനത, പാർലമെൻറ്റിന് പുറത്ത് ഇന്ത്യൻ ജനത ഇപ്പോൾ തങ്ങളോടൊപ്പമാണ് എന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ട്രഷറി ബെഞ്ചിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെ മര്യാദയ്ക്ക് പ്രസംഗിക്കാൻ ഈ മുന്നണി വിട്ടിട്ടുണ്ടോ? എല്ലാ സമയത്തും ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കും. അദാനി എന്ന് പറയുന്നൊരു വാക്ക് ഉന്നയിക്കാൻ തന്നെ പറ്റുമായിരുന്നില്ല പാർലമെൻറ്റിൽ. ഇനിയിപ്പം ആരെങ്കിലും അതിന് മെനക്കെട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവരെയൊക്കെ പുറത്താക്കും. ഇന്നിപ്പോൾ എത്ര നിശബ്ദമായിരിക്കുന്ന ഒരു ഭരണ ബെഞ്ചിനെയാണ് നമ്മൾ കണ്ടത്. എന്ന് മാത്രവുമല്ല, ഈ കഴിഞ്ഞ 10 വർഷം ഏതെങ്കിലും ഒരു നേതാവ്, ചെറിയ പാർട്ടി ആയിക്കോട്ടെ വലിയ പാർട്ടി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു നേതാവ് എഴുന്നേറ്റ് ഒരു കാര്യം സംസാരിച്ചാൽ അതിന് മറുപടി പറയുന്ന ഒരു പ്രധാനമന്ത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് മറുപടി പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് 2 തവണയല്ലേ നരേന്ദ്രമോദി എഴുന്നേറ്റ് നിന്നിട്ട് സംസാരിച്ചത്? അമിത്ഷാ സംസാരിക്കുന്നു, അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നു, ശിവരാജ് സിംഗ് ചൗഹാൻ സംസാരിക്കുന്നു, എണ്ണം പറഞ്ഞ BJP നേതാക്കൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു. ഇതിനാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ പ്രതിപക്ഷത്തെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവം നല്ല കാര്യമാണ് കേട്ടോ. BJP അങ്ങനെ മാറി വരുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തിയാണ് ഇന്ന് കണ്ടത്. ആ അർത്ഥത്തിൽ ഇന്നൊരു വിജയ ദിവസമായി ഞാൻ കാണുന്നു. നോക്കൂ, ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അതൊരു വളരെ സമഗ്രമായ സമ്പൂർണ്ണമായ പ്രസംഗം തന്നെയായിരുന്നു. ഇനിയിപ്പം ഉന്നയിക്കപ്പെടാനായിട്ട് മറ്റു വിഷയങ്ങളൊന്നുമില്ല. എല്ലാ വിഷയങ്ങളും തനിക്ക് കിട്ടിയ അവസരത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതിപ്പോൾ നീറ്റിൻ്റെ വിഷയമായാലും, അഗ്നിവീറിൻ്റെ വിഷയമായാലും, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിഷയമായാലും, അഭയമുദ്രയുടെ പ്രശ്നമായാലും ഒക്കെ അദ്ദേഹം വിശദീകരിക്കാൻ കഴിയും. മണിപ്പൂർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ദീർഘമായി തന്നെ സംസാരിച്ചു. വളരെ ഡ്രമാറ്റിക്കായ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അല്ലെ, അവധേഷ് പ്രസാദിന് കൈ കൊടുത്തുകൊണ്ട് താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയോധ്യയിൽ നിന്നുള്ള MP ക്ക് കൈ കൊടുത്തുകൊണ്ടൊക്കെ അതൊക്കെ ചില സന്ദേശങ്ങളാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുള്ളപ്പോൾ പോലും
ഒരു പ്രശ്നമുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഫേക്ക് ന്യൂസ് ഫാക്ടറി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മെഷീനറി ആയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളമുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യത്തെ വളരെ വേഗത്തിൽ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കാൻ കഴിയുന്നൊരു മെക്കാനിസം ലോകത്തുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ച് വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു വീഴ്ച രാഹുൽ ഗാന്ധി വരുത്തിയെന്നുള്ള നിലയ്ക്കല്ല, പക്ഷേ ഒരവസരത്തെ ഉപയോഗിക്കാനുള്ളൊരു ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്ത് പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? ഹിന്ദു സമൂഹത്തെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്കല്ല ഈ ഹിന്ദുത്വത്തിൻ്റെയോ ഹിന്ദുത്വത്തിൻ്റെ അല്ല, ഹിന്ദു സമൂഹം അതിൻ്റെ അവകാശം എന്ന് പറയുന്നത് ബി ജെ പിക്കുള്ളതല്ല, അതിൻ്റെ അവകാശം എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കുള്ളതല്ല, അതിൻ്റെ അവകാശം എന്ന് പറയുന്നത് RSSനോ സംഘപരിവാറിനോ ഉള്ളതല്ല. അത് സത്യമാണല്ലോ എന്നേ. കാരണം വെച്ചാൽ ഈ ഇന്ത്യയിലെ ജനസംഖ്യ എടുത്തു നോക്കി ഏതാണ്ട് 78% ഹിന്ദുക്കളാണ്. ഈ 78% ഏതാണ്ട് 37%മാണ് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 45% ആളുകൾ 40-45% ഹിന്ദുക്കൾ ബി ജെ പിയുടെ ഫോൾഡിലല്ല, ബി ജെ പി പറയുന്ന ഹിന്ദുത്വ ആശയത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്നവരുമല്ല. അപ്പോൾ അങ്ങനെ ഹിന്ദു സമുദായത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു എന്ന് വിളിക്കുന്ന ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഹിംസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ അരുണേ, നമ്മളിപ്പം ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷത്തിൽ ഈ പറഞ്ഞ പശു ദേവതയാണെന്ന് പറഞ്ഞുകൊണ്ട് എത്ര മനുഷ്യരാണെന്ന് റോഡിലിട്ട് അടിച്ചു വന്നിട്ടുള്ളത്. ഇത് ചെറിയ കാര്യമാണോ? എന്താണ് ഈ പറയുന്ന ഗോമാതാവ് എന്ന് വിളിക്കുന്നത്? ഒരു ഹിന്ദുത്വ ബിംബമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് ഈ ഹിംസയുടെ പ്രശ്നം വരുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുത്വ മുദ്രാവാക്യം, ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയിട്ടൊരു ആരാധനാലയത്തെ തകർത്ത് കളയും. അങ്ങനെ ഒരു സംഭവം ഹിന്ദുത്വത്തിലില്ല, അല്ലെങ്കിൽ ഹിന്ദു ആശയത്തിലില്ല. അതിനകത്തിപ്പം നിങ്ങൾ ബ്രഹ്മചാരിയായി ജീവിക്കുക. എന്താണ് ബ്രഹ്മചാരിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ? വിദ്യാഭ്യാസം ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഗാർഹസ്ഥ്യത്തിലേക്ക് പോവുക. എന്താണ്? കുടുംബജീവിതം നയിക്കുക. പിന്നെ നിങ്ങൾ സന്യാസത്തിലേക്കും അതുവഴി വാനപ്രസ്ഥത്തിലേക്കും പോവുക. ഇതല്ലേ ഹിന്ദു ജീവിത രീതി? ഇവിടെ എവിടെയാണ് വാളെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എവിടെയാണ് മറ്റൊരു മതസ്ഥനെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്? മറ്റൊരു ആരാധനാലയത്തെ തകർക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഹിന്ദുയിസത്തിൽ എവിടെയും ഹിംസയില്ലെന്നേ. അത് ഈ പറയുന്ന നന്മയുടെ ഒരു മതം തന്നെയാണ്, നന്മയുടെ ആശയമാണ്. ആ നന്മയുടെ ആശയത്തെ വർഗീയമായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ബി ജെ പി മാറുന്നതുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദുത്വത്തിൻ്റെ അവകാശികളല്ല, ഹിന്ദു സമുദായത്തിൻ്റെ അവകാശികളല്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ ഹിന്ദു എന്ന് പറയുന്നവരെല്ലാം വാളെടുക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും വളരെ പെട്ടെന്നല്ലേ നരേന്ദ്രമോദി എഴുന്നേറ്റിട്ട് അത് സ്മെല്ല് ചെയ്യുന്നുണ്ട്. ആ സെക്കൻഡിൽ സ്മെല്ല് ചെയ്തു. അത് സ്മെല്ല് ചെയ്തിട്ട് എഴുന്നേറ്റിട്ട് ദാ നോക്കൂ, ഹിന്ദു വിശ്വാസികളെ മുഴുവൻ ഹിംസയുടെ ആളുകളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുകയാണ്. രാജ്യം അത് വിശ്വസിക്കത്തില്ല. ഞാൻ വിചാരിക്കുന്നത് ഹിന്ദിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഹിന്ദിയിൽ ആ സമയത്ത് സംസാരിച്ചുകൊണ്ട് തന്നെ വളരെ കമ്മ്യൂണിക്കേറ്റീവാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നതെന്നും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ ഫേക്ക് ന്യൂസ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒപ്പോസിഷൻ ലീഡർ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കുണ്ട്. ഞാനതൊരു വീഴ്ചയായിട്ടല്ല പറയുന്നത്, പക്ഷേ ഇത്തരത്തിലുള്ള അവസരങ്ങൾ വെച്ച് നീട്ടാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ, ഈ പറയുന്ന ഇന്നിപ്പം ഈ ഹിന്ദുക്കളെ മൊത്തത്തിൽ ഈ രാഹുൽ ഗാന്ധി അപമാനിച്ചിരിക്കുന്നു എന്നൊരു പ്രചാരണവുമായിട്ട് നാളെ ഇറങ്ങി പുറപ്പെടാനൊന്നും നിൽക്കേണ്ട ബി ജെ പി. കാരണം അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കൊന്നും ഇനി കീഴ്പ്പെടാൻ തയ്യാറല്ല എന്ന് ഇന്ത്യൻ ജനത വ്യക്തമാക്കിയ തെരഞ്ഞെടുപ്പായി 2024 കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അയോധ്യയിലെ ജയിച്ചത് അവധേഷ് പ്രസാദ. ഏതാണ്? ശ്രീരാമൻ്റെ ക്ഷേത്രം നിർമ്മിച്ച, പ്രാണപ്രതിഷ്ഠ നിർമ്മിച്ച അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിങ്ങളുടെ ഈ ജയ് ശ്രീറാം മുദ്രാവാക്യത്തിന് ഇവിടെ ഒരു വിലയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളടക്കം, ദളിതരടക്കം, പിന്നാക്ക വിഭാഗങ്ങളടക്കം വോട്ട് ചെയ്ത് അവധേഷ് പ്രസാദിനെ വിജയിപ്പിച്ച ഒരു രാജ്യത്തിന് ഈ മുദ്രാവാക്യമായിട്ട് പോയിട്ട് കാര്യമില്ല. അതുമാത്രവുമല്ലല്ലോ, ഈ പറയുന്ന ശിവസേനയ്ക്ക് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ ആരാ മുന്നേറ്റം ഉണ്ടാക്കിയത്? ഈ പറയുന്ന പ്രതിപക്ഷത്ത് നിലയുറപ്പിക്കാൻ ശിവസേന തീരുമാനിച്ച സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന് ശിവസേനയ്ക്ക് വോട്ട് ചെയ്തതന്നെ. അതുകൊണ്ടാണ് ആ വലിയ വിജയം ഉണ്ടായിരിക്കുന്നത്. അപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഈ വാരണാസിയാണല്ലോ ഈ ഹിന്ദു വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രം. അവിടെ 1.5 ലക്ഷത്തിലേക്കാണ് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെ അപമാനിച്ചിരിക്കുന്നു, നിങ്ങളെ മുഴുവൻ ഈ വർഗീയവാദികളും വയലൻസിൻ്റെ ആളുകളുമായി ചിത്രീകരിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് പ്രചാരണത്തിന് പോയാൽ അതൊന്നും വേശാൻ പോകുന്നില്ല. അതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം പ്രചാരണങ്ങളിൽ ഇനിയെങ്കിലും ബി ജെ പി ഏർപ്പെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിന് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. ബി ജെ പി ഏതൊക്കെ കാർഡുകളാണ് ഈ തിരഞ്ഞെടുപ്പിൽ മംഗൾസൂത്രം വരെ പറഞ്ഞല്ലോ, മംഗൾസൂത്രം വരെ പറഞ്ഞ് ഏതൊക്കെ കാർഡുകൾ ഇറക്കിയിട്ട് വർഗീയമായ ആളുകളെ വൈകാരികമായി ഒന്നിപ്പിച്ച് ഈ പറയുന്ന വോട്ട് നേടി വിജയിച്ചു വരാമെന്നുള്ള ആ പറയുന്ന എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള ജനവിധിയെ മനസ്സിലാക്കാൻ നിങ്ങൾ ഇപ്പോഴെങ്കിലും തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ പറയുന്ന തിരിച്ചടികളുടെ ഒരു തുടർച്ചയായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക. അതേപോലെ അഗ്നിവീറിൻ്റെ കാര്യത്തിൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അഗ്നിവീർ പോലൊരു വിഷയത്തിനകത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം കണ്ടസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തെറ്റാണ്. രാജ്നാഥ് സിംഗ് അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, 1 കോടി കൊടുത്തിരുന്നു എന്നുള്ളത് അതും ഒരു വീഴ്ചയായിട്ട്
തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട വീഴ്ച തന്നെയാണ്. അത്തരം വീഴ്ചകൾ സംഭവിക്കാൻ പാടില്ല. അപ്പോഴും ഇന്ന് വളരെ സമഗ്രമായിട്ട് ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള പ്രസംഗത്തിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് കണ്ടത് പഞ്ചപുച്ഛമടക്കി കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം പഞ്ചപുച്ഛമടക്കി ഇരിക്കുന്ന ഒരു ഭരണപക്ഷത്തെയാണ്. വളരെ മര്യാദയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ അവരിടയ്ക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഏറ്റവും മനോഹരമായ വരി ഇന്നത്തെ എന്തായിരുന്നു അറിയോ? നരേന്ദ്രമോദി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഭരണഘടനയും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് വിപക്ഷി നേതാവും, അതായത് പ്രതിപക്ഷത്തുള്ള നേതാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനുമാണ് എന്ന്. കഴിഞ്ഞ 10 വർഷം ഇങ്ങനെ ഒരു വാക്ക്, പ്രതിപക്ഷം എന്ന് തന്നെ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വീണിട്ടില്ല. ഇന്നിപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യൻ ജനതയുടെ വിജയമാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ചൂടറിഞ്ഞു എന്ന ചോദ്യത്തിന് എൻ്റെ മറുപടി, ഇന്ത്യൻ ജനത ഈ തെരഞ്ഞെടുപ്പിൽ എഴുതിയ വിധിയുടെ ചൂട് നരേന്ദ്രമോദിയും BJPയും അറിഞ്ഞു എന്നാണ്. സ്മൃതി, ഈ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ രീതികളും വെല്ലുവിളികളും ഒക്കെ കൃത്യമായി മോദിക്കും കൂട്ടർക്കും മനസ്സിലായൊരു ദിവസം എന്നാണ് തോന്നുന്നത്. ഇനി അങ്ങോട്ട് മനസ്സിലാകുന്ന ദിവസങ്ങളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ടാണ് പ്രതിപക്ഷം രാജ്യസഭയിലായാലും ലോക്സഭയിലും എത്തിയിരിക്കുന്നത്. രാജ്യസഭയിൽ ഖാർഗെയും നല്ല രീതിയിൽ തന്നെ അതിശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അടങ്ങുന്ന പ്രതിപക്ഷം നീറ്റ് വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, നീറ്റ് കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിഷയമാണ്, നമ്മൾക്ക് ഒരുമിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, അവർക്കൊരു ധൈര്യം കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അടിയന്തര പ്രമേയം അനുവദിച്ചില്ല. പ്രതിപക്ഷം ആദ്യം പുറത്തേക്ക് പോകുന്നു, പിന്നീട് തിരിച്ചു വരുന്നു. അപ്പോൾ നീറ്റിൽ മാത്രമായിരിക്കും പ്രതികരിക്കുക എന്നാണ് ഭരണപക്ഷം പ്രതീക്ഷിച്ചത്. പക്ഷേ നീറ്റിൽ അങ്ങ് തുടങ്ങുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് കത്തിക്കയറുന്ന രാഹുൽ ഗാന്ധിയെ, യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയും മഹുവ മൊയ്ത്രയുടെയും ഒരു പകവീട്ടലാണ് ഇന്ന് പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കുന്നത്. മോദിയെ സംബന്ധിച്ച് മോദി മൻ കി ബാത്ത് മാത്രം നടത്തിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണല്ലോ. അപ്പോൾ പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് തോന്നുന്ന വിഷയങ്ങളിൽ നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ വല്ലപ്പോഴും വന്ന ചില പ്രസംഗങ്ങൾ നടത്തി അങ്ങ് പോവുക എന്നതിനപ്പുറം അവിടെ ഇരുന്ന് മുഴുവൻ കേൾക്കുകയും പ്രതികരിക്കേണ്ടിയും വരുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളതെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്നിപ്പോൾ അമിത്ഷാ ആയാലും രാജ്നാഥ് സിംഗ് ആയാലും, രാജ്നാഥ് സിംഗാണ് കുറച്ചുകൂടി ഇതിൽ വ്യക്തമായിട്ടുള്ള മറുപടികൾ നൽകുന്നത്. പക്ഷേ അമിത്ഷാ ആയാലും മോദിയെ സഹായിക്കാനായി എഴുന്നേൽക്കുന്ന ഒരു ഭരണപക്ഷത്തെയാണ് നമ്മൾ കണ്ടത്. മോദിക്ക് ഹിന്ദു എന്ന വിഷയം വന്നപ്പോഴാണ് പെട്ടെന്ന് ചാടിക്കേറി പ്രതികരിക്കാൻ കഴിയുന്നൊരു വിഷയം അതാണല്ലോ, പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയുന്ന. അപ്പോൾ പഠിച്ച് പ്രതികരിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുള്ള അദ്ദേഹം നല്ല പ്രാസംഗികനാണ്. പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന രീതിയിൽ പ്രതികരിക്കുകയോ ഒരു അഭിമുഖത്തിന് തയ്യാറാവുകയോ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ. ഏത് തരം അഭിമുഖങ്ങളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധി നിങ്ങൾ ഹിന്ദു അല്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിങ്ങളൊരു ഹിന്ദു അല്ല. ഹിന്ദുമതം എന്നുള്ളത് അഹിംസയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ ശിവൻ്റെ ചിത്രം ചൂണ്ടിക്കാണിക്കുന്നു. അത് മറ്റ് മതങ്ങളുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം വിശദമായി തന്നെ അതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ ഹിന്ദുമതം മാത്രമല്ല, അഗ്നിവീർ വിഷയത്തിൽ ഇപ്പോൾ 1 കോടി അഗ്നിവീറുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഈ യാത്രയിൽ കണ്ടിരിക്കുന്ന അഗ്നിവീറിൻ്റെ ഒരു കുടുംബത്തിൽ നിന്നുള്ള അനുഭവമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അവിടെ 2 സഹോദരിമാരുണ്ടായിരുന്നു, ഒരു അമ്മയുണ്ടായിരുന്നു, സഹോദരൻ നഷ്ടപ്പെട്ട അമ്മയുണ്ടായിരുന്നു. അവർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 2 തരം സൈനികർ, ഒന്ന് അഗ്നിവീർ, ഒന്ന് ഇവർ രക്തസാക്ഷിയാകുന്നു, രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുന്നു, അഗ്നിവീറായി മരിക്കുന്നു. ഇതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ 2 തരത്തിൽ ഇത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവർക്ക് പരാജയം, വലിയ തിരിച്ചടി ഉണ്ടാക്കിയ സംഭവമാണ്. 2 തരം പെൻഷൻ. അയോധ്യയുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ മത്സരിക്കാൻ ആദ്യം ആലോചിച്ചിരുന്നു മോദി എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അയോധ്യയിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നു. സ്പീക്കർ, കുനിഞ്ഞു നിന്ന് മോദിക്ക് കൈ കൊടുക്കുന്ന സ്പീക്കർ, നിവർന്നു നിന്ന് രാഹുലിന് കൈ കൊടുക്കുന്ന സ്പീക്കർ, 2 ചിത്രങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ കുനിഞ്ഞു നിൽക്കൽ നമ്മൾ കഴിഞ്ഞ 2 പാർലമെൻറ്റിലും കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയൊക്കെ കുനിഞ്ഞു നിന്നൊന്നും എങ്ങനെയൊക്കെ പ്രതിപക്ഷത്തെ മുഴുവൻ പുറത്താക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കിയെടുത്തൊന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ടത് സാധ്യമല്ല എന്ന് ഭരണപക്ഷം ഓരോന്നും പഠിച്ച് തന്നെ മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ നോക്കൂ, ഓരോന്നിനെയും എങ്ങനെയൊക്കെ വളച്ചൊടിക്കും. നമ്മൾ മുൻപ് നടത്തിയ പ്രതികരണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് BJP പല ഘട്ടങ്ങളിലും പ്രസംഗിക്കാറുണ്ട്. ഇത് ഈ നിമിഷം പറഞ്ഞതിനെയാണ് വളച്ചൊടിക്കുന്നത്. ഈ നിമിഷം മുന്നിൽ പറഞ്ഞ കാര്യത്തെയാണ് ഹിന്ദുക്കളെ മുഴുവൻ അപമാനിച്ചു എന്ന്. ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ടല്ല രാഹുൽ അവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. അവിടെ മുഴുവൻ കേട്ടവർക്ക് അറിയാമല്ലോ. അത് തന്നെ ഇപ്പോൾ ഉണ്ണിഭാഷൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് വേണ്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിർമ്മലാ സീതാരാമൻ അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതി അവർ തുടരുമ്പോൾ അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു പ്രസംഗം ഇത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ യഥാർത്ഥ പ്രതികരണം എന്താണ്, ഇതാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് തിരിച്ച് പ്രചരിപ്പിക്കുക എന്നല്ലാതെ അതിന് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഖാർഗെ ആയാലും ഇന്ന് രാജ്യസഭയിൽ അതിശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ക്രിമിനൽ നിയമം ന്യായ സംഹിത വന്ന ദിവസമാണല്ലോ. അപ്പോൾ അതിലെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം ഈ ന്യായ സംഹിത എങ്ങനെയാണ് പാസ്സാക്കിയെടുത്തത്, 146 പ്രതിപക്ഷാംഗങ്ങളെ പുറത്താക്കിയിട്ടാണ് പാസ്സാക്കിയെടുത്തത്. അപ്പോൾ അതിനി സാധ്യമാകില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഖാർഗെ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ കൃത്യമായി പഠിച്ച് ആലോചിച്ച് പ്രതിപക്ഷം ഒരുമിച്ച് നിന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങളായി ചൂണ്ടിക്കാണിക്കും. ഇനി അങ്ങോട്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോകൽ നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. ഇറങ്ങിപ്പോകൽ, അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ പറയുക. ഇങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇനി പുറത്താക്കാൻ സ്പീക്കർക്ക് കഴിയില്ല എന്ന് വേണം. ഇന്നത്തെ ദിവസം നൽകുന്ന വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ചൂടറിഞ്ഞു ഭരണപക്ഷം എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക്. യഥാർത്ഥത്തിൽ ഇന്ന് 10 വർഷത്തിനു ശേഷം പാർലമെൻറ്റിൽ നമ്മൾ കണ്ടത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കിരീടധാരണമാണ്. ആ കരുത്തനായ പ്രതിപക്ഷ നേതാവിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത്. ഞാൻ 2 മണിക്കൂർ പ്രസംഗം തുടർച്ചയായിട്ട് കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു ഹോളിവുഡ് സിനിമയുടെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡയലോഗുകൾക്ക്, പഞ്ച് ഡയലോഗുകൾ കൊണ്ട്, കൃത്യമായി ശൈലീപ്രയോഗത്തിലൂടെ സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത വിഷയങ്ങൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഭരണപക്ഷത്തെ സ്തംഭിപ്പിക്കുകയാണ് ചെയ്തത്. മോദിയെ യഥാർത്ഥത്തിൽ മലർത്തിയിടിച്ച പ്രസംഗമാണ് രാഹുൽ ഗാന്ധിയുടേതെന്ന് നിസ്സംശയം പറയാം. ഞാനിതിൽ രാഹുൽ ഗാന്ധിക്ക് വീഴ്ച വന്നിട്ടില്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. ഞാനിത് ആ പ്രസംഗത്തിൻ്റെ ആ ഭാഗം തുടർച്ചയായിട്ട് കേട്ടു. എന്തുകൊണ്ടെന്നാൽ ആ പ്രസംഗത്തിൻ്റെ ശൈലീപ്രയോഗത്തിലും പ്രസംഗത്തിൻ്റെ ഉള്ളടക്കവും രണ്ടും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം. ആ ശൈലീപ്രയോഗത്തിലൊരു 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ നമ്മൾ ഇന്നലെ ലോകകപ്പിൻ്റെ ഫൈനൽ ഞാൻ മത്സരം കാണുമ്പോൾ 15-ാം ഓവർ വരെ വിജയസാധ്യതയുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക്. അവിടെ ഹെൻറിച്ച് ക്ലേസൺ മികച്ച ഫോമിൽ നിൽക്കുന്ന സമയത്താണ് ബൂംഡ്രയുടെ കയ്യിൽ പന്ത് കൊടുക്കുന്നത്. പിന്നീട് ഹാർദിക് പാണ്ഡ്യ വരുന്നു. അപ്പോൾ ബൂംഡ്രയുടെ ബൗളിംഗ് പോലെ ഏറ്റവും ശക്തനായി നിൽക്കുന്നയാളെ പുറത്താക്കുക എന്ന് പറയുന്നതാണ് ആ കോൺഫിഡൻസിനെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. ക്ലേസനെ പുറത്താക്കി ഡേവിഡ് മില്ലറെ സൂര്യ യാദവ് ക്യാച്ച് എടുത്ത് പുറത്താക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ആത്മവിശ്വാസം തകരുന്നത് പോലെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഭരണപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം കെട്ടുപോകുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ഏത് മൊമെൻ്റാണെന്നറിയോ? നേരിട്ട് അറ്റാക്ക് ചെയ്തു. മോദിയല്ല, സ്പീക്കറെ. ഏത് ഘട്ടത്തിലാണ്? സ്പീക്കർ നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രസംഗിച്ച് തുടങ്ങുന്ന സമയത്ത് ഭരണപക്ഷം ബഹളമുണ്ടാക്കുന്നു. ആദ്യം ഇന്ന് സഭയിൽ മുഴങ്ങിക്കേട്ടത് രാഹുലിന് വേണ്ടിയുള്ള വിളിയല്ല, മോദി മോദി എന്ന വിളിയാണ്. പക്ഷേ അതിനെ രാഹുൽ ഗാന്ധി നേരിട്ടത് ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യവുമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞ് നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഭരണപക്ഷം ബഹളമുണ്ടാക്കുന്നു. അവിടെ സ്പീക്കർ, പഴയ സ്പീക്കറായി 17-ാം ലോക്സഭയിലെ ഓം ബിർളയായി പ്രതിപക്ഷത്തെ അടക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന വാചകം ഇതാണ്, ഓം ബിർളയെ നോക്കിയിട്ട്, ഈ നേരത്തെ സ്മൃതി പറഞ്ഞ അതേ വാചകം. അതായത് താങ്കളെ ഞാനും പ്രധാനമന്ത്രിയും കൂടി ഡൈസിലേക്ക് ആനയിച്ചപ്പോൾ താങ്കൾ എനിക്ക് കൈ തന്നതും മോദിക്ക് കൈ കൊടുക്കുന്നതും കണ്ടു. എനിക്ക് കൈ തന്നപ്പോൾ താങ്കൾ നിവർന്നു നിന്നും, മോദിക്ക് കൈ കൊടുത്തപ്പോൾ താങ്കൾ കുനിഞ്ഞു നിന്നും കൈ കൊടുത്തു. അത് താങ്കളുടെ വിധേയത്വം സൂചിപ്പിക്കുന്നു എന്ന രീതിയിൽ സംസാരിച്ചതോടുകൂടി സ്പീക്കർക്ക് അതിന് മറുപടി പറയേണ്ടി വന്നു. സ്പീക്കർ പറഞ്ഞതെന്താ? ഞാൻ പ്രായമുള്ളവരെ ബഹുമാനിക്കും. അപ്പോഴാണ് വീണ്ടും അതെൻ്റെ സംസ്കാരമാണ് എന്ന് പറയുമ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഈ സഭയിൽ പ്രായമായവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ ഒന്നുമില്ല. ഈ സഭയിൽ അങ്ങാണ് നാഥൻ. ആ ചെയറിനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അങ്ങ് ആരുടെ മുന്നിലും കുനിയരുതെന്ന് പറഞ്ഞതോടുകൂടി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സ്പീക്കർ. അവിടെ മുതലാണ് ആ ശൈലി പ്രയോഗത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ അറ്റാക്ക് എന്നുള്ളത് സ്പീക്കറിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് എണ്ണം പറഞ്ഞ സിക്സറുകളായിരുന്നു. അതിൽ നരേന്ദ്രമോദിയെ ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്ത് സൂക്ഷ്മത സംഭവിച്ചിട്ടുള്ള, വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുള്ള കാര്യം, ഉണ്ണി ബാലകൃഷ്ണൻ നോക്കൂ, ഇന്നത്തെ പ്രസംഗത്തിലൊരു 7ഓളം വിഷയങ്ങൾ പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നീറ്റ് വിഷയമുണ്ട്, അഗ്നിവീറിൻ്റെ വിഷയമുണ്ട്, വിലക്കയറ്റത്തിന് വിഷയമുണ്ട്, അയോധ്യയിലെ സംഭവ വികാസങ്ങളുണ്ട്, കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, നോട്ട് നിരോധനമുണ്ട്, GST ഉണ്ട്. ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതിലൊന്നും പ്രധാനമന്ത്രി തൊടില്ലെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം രാഹുൽ ഗാന്ധിക്ക്. പക്ഷേ പ്രധാനമന്ത്രി ഏതിലാണ് തൊടുക? ഹിന്ദു എന്നൊരു വാക്ക് കേട്ടോ നരേന്ദ്രമോദി എഴുന്നേക്കും. അതിനുവേണ്ടി വളരെ സൂക്ഷ്മമായിട്ടാണ് രാഹുൽ ഗാന്ധി ആ തന്ത്രം മെനഞ്ഞത്. എന്താണെന്നറിയാമോ? രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചത് ശ്രീരാമൻ്റെയോ വിഷ്ണുവിൻ്റെയോ ചിത്രമല്ല, പകരം ഉയർത്തിപ്പിടിച്ചത് ശിവൻ്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചു. ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ ഞാനും ഭയന്നു. മാത്രവുമല്ല, ഈ ജയ് മഹാദേവ് എന്നൊരു മുദ്രാവാക്യം കൂടി പുറത്തു വരുന്നുണ്ട് ജയ് ശ്രീരാമന് മറുപടിയായിട്ട്. ഈ വലിയ ചരിത്രമുണ്ടല്ലോ, നമുക്കറിയാവുന്നതല്ലേ, വൈഷ്ണവ ശൈവ ചരിത്രം എന്ന് പറയുന്നത്. ഹിന്ദു സെക്റ്റിൽ തന്നെ 67% പിന്തുണയാണ് ഈ വൈഷ്ണവ സെക്റ്റുകൾക്കുള്ളത്. അവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ ഒന്നാണ് ശൈവ വിഭാഗം, പിന്നീടുള്ളത് ശക്തി വിഭാഗവും, പിന്നീട് സ്മാർത്തിസവും. അതിൽ ഈ 27% താഴെ മാത്രം വരുന്ന ഈ ശൈവ വിഭാഗത്തെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ കൂടി ഒരു സിമ്പിളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അതിനെ അദ്ദേഹം ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഭയന്നത് അവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്നാണ്. പക്ഷേ ശിവൻ്റെ ചിത്രം മാത്രമല്ല ഉയർത്തിക്കാട്ടുന്നത്. എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ശിവൻ്റെ കഴുത്തിലുള്ള നാഗം പോലെ സത്യവും നിർഭയത്വവുമാണ് പ്രതിപക്ഷത്തിനുണ്ടാകേണ്ടത് എന്ന് പറയുന്നു. എന്നിട്ട് ഹസ്ത അഭയമുദ്ര കാണിക്കുന്നു. അതിനുശേഷം എടുത്തു കാണിക്കുന്ന ചിത്രം ആരുടേതാണ്?
ഇസ്ലാം മതചിഹ്നം എടുത്തു കാണിക്കുന്നു, അവിടെയും ധീരതയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പറയുന്നു, സ്നേഹത്തെക്കുറിച്ചും പറയുന്നു. പിന്നീട് എടുത്ത് കാണിക്കുന്നത് ആരുടെയാണ്? ഗുരു നാനാക്കിൻ്റെയാണ്. ഇന്ന് ഞാൻ ശ്രദ്ധാപൂർവ്വം ഞാൻ 2 തവണ റീവൈൻഡ് ചെയ്ത് നോക്കി. സ്പീക്കറുടെ മുഖത്ത് ശിവന്റെ ചിത്രമെടുത്ത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് അത് തടയുന്നുണ്ട്. ഇത്തരം പോസ്റ്ററുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചട്ടം ഉദ്ധരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇസ്ലാം ചിഹ്നം എടുത്ത് കാണിക്കുമ്പോഴും ചട്ടം ഉദ്ധരിക്കുന്നുണ്ട്. ഗുരു നാനാക്കിൻ്റെ ചിത്രം എടുത്ത് കാണിച്ചുകൊണ്ട് നിശബ്ദനായി തീരുകയാണ്. അതിനുശേഷം പിന്നീട് മഹാവീരൻ്റെ ചിത്രം എടുത്ത് കാണിക്കുന്നു, പിന്നീട് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നു. ഇതിനെ സമീകരിച്ചുകൊണ്ട് ഈ പല മതസാരവും ഏകം എന്ന് പറയുന്നത് പോലെ ഗാന്ധിയിലേക്ക് മനോഹരമായിട്ട് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഹിന്ദുമത വിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ അവർ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരാണെന്നും അസത്യം പ്രചരിപ്പിക്കുന്നവരാണെന്നും അവർ യഥാർത്ഥത്തിൽ സത്യം പറയാത്തവരാണെന്നും ഹിംസയുള്ളവരാണെന്നും ഒക്കെ രാഹുൽ ഗാന്ധി പറയുന്നത്. അത് ട്രഷറി ബെഞ്ചിനെ നോക്കിയാണ്. എന്നിട്ട് പറയുന്ന വാചകത്തിൽ അവിടെയാണ് അത് സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ഹിന്ദു അല്ല എന്ന് പറയുന്നത് ട്രഷറി ബെഞ്ചിനെ നോക്കിയാണ്. അപ്പോൾ അത് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നതാണ് എൻ്റെ പക്ഷം. അത് കേൾക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ആദ്യം എഴുന്നേൽക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഇതാ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, ഞാനൊരു ശിവഭക്തനാണ്, പക്ഷേ നിങ്ങൾ പറയുന്ന ഹിന്ദുത്വം BJPയുടെ ഹിന്ദുത്വം, RSSൻ്റെ ഹിന്ദുത്വം അല്ല ഹിന്ദുയിസം. അപ്പോൾ ഹിന്ദുത്വവും ഹിന്ദുയിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു പദ്ധതി ഇന്നത്തെ പ്രസംഗത്തിലുണ്ടായിരുന്നു. അത് സൂക്ഷ്മമായി മെനഞ്ഞെടുത്തതാണ്. ഇനി ഈ ഭാഗം മാത്രമായിട്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും ആളുകൾ സ്വാഭാവികമായും ബാക്കി പ്രസംഗം കാണാൻ നിർബന്ധിതരാകും. അവിടെ ആ പ്രസംഗത്തിൻ്റെ ഭാഗത്ത് നരേന്ദ്രമോദിക്ക് പ്രതിരോധത്തിലാക്കിയ ഭാഗങ്ങളുണ്ട്. അവിടെയാണ് രണ്ടാമത് വീണ്ടും അയോധ്യ കൊണ്ടുവരുന്നത്. അവിടെയാണ് അവധേഷ് പ്രസാദിന് കൈ കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, BJP ക്യാമ്പിനെ നോക്കി പറയുന്നുണ്ട്, ഈ രാജ്നാഥ് സിംഗ് ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ നോക്കി ചിരിച്ചു, പക്ഷേ താങ്കൾ വളരെ ഗൗരവത്തോടു കൂടി ഇരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ BJP ക്യാമ്പിനുള്ളിലും താങ്കൾ ഭയം പടർത്തുകയാണോ എന്നാണ് ചോദിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി. ആ സമയത്തും നരേന്ദ്രമോദിക്ക് എഴുന്നേൽക്കേണ്ടി വരുന്നു. എന്നിട്ട് നരേന്ദ്രമോദി എഴുന്നേറ്റ് പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിനെ വളരെ ഗൗരവത്തോടു കൂടി കാണാനാണ് എൻ്റെ ജനാധിപത്യം എന്നെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന്. ജനാധിപത്യത്തെക്കുറിച്ച് പ്രതിപക്ഷത്തെക്കുറിച്ച് ഗൗരവമായി കാണിക്കാൻ നരേന്ദ്രമോദിയെ പഠിപ്പിച്ചതിനെക്കുറിച്ചൊക്കെ നരേന്ദ്രമോദി പറയേണ്ടി വരുന്ന സാഹചര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ആ ശൈലി പ്രയോഗത്തിലുള്ള മാറ്റം. എന്നിട്ട് ഓരോ തവണയും അദ്ദേഹം കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പരമാത്മാവും നരേന്ദ്രമോദിയുടെ ആത്മാവുമ്പിൽ നേരിട്ട് സംവദിച്ചപ്പോഴാണല്ലോ ഡിമോണിറ്റൈസേഷൻ വന്നത്, അഗ്നിവീർ വന്നത്. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഓരോ തവണയും പറയുന്നുണ്ട്, നമ്മളൊക്കെ ജൈവ മനുഷ്യരാണല്ലോ, പക്ഷേ ഇതാ ഒരു ദൈവത്തിൽ നിന്ന് വിളി കേട്ടിരിക്കുന്ന മനുഷ്യനുണ്ട് എന്ന് പരമാവധി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഉപയോഗിച്ചതിൻ്റെ തുടർച്ചയെന്ന വണ്ണം പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തി. അതിനുശേഷമാണ് തുടർന്ന് അതിൽ ഉള്ളടക്കത്തിലേക്ക് കടക്കുമ്പോഴോ അഗ്നിവീറിൻ്റെ വിഷയത്തിൽ അവിടെ ഫാക്ച്വൽ എറർ സംഭവിച്ചു എന്നത് വസ്തുതയാണ്. കാര്യം അഗ്നിവീറിൻ്റെ കാര്യത്തിലുള്ള കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആവേശത്തിൽ പറഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾ കൊടുത്തോ എന്ന് ചോദിക്കുന്നു. അവിടെയാണ് രാജ്നാഥ് സിംഗ് എഴുന്നേറ്റ് നിന്ന് മറുപടി പറയുന്നത്. വിലക്കയറ്റത്തിൻ്റെ കാര്യം മണിപ്പൂരിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മണിപ്പൂരിനെ കുറിച്ച് പറയുന്നൊരു കാര്യം, നിങ്ങൾ മണിപ്പൂരിൽ ഭാരത് മാതയെ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അംബാനിയെക്കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ അദാനിയെക്കുറിച്ച് പറയുമ്പോൾ ഭരണപക്ഷം വളരെ ശബ്ദമുണ്ടാക്കും. ഇത്തവണ പറഞ്ഞത് ഈ ഹിന്ദു വിശ്വാസത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് കടമെടുത്തുകൊണ്ടാണ്. രാവണൻ കേട്ടിരുന്നത് മേഘനാഥനെയും കുംഭകർണനെയുമാണ്, എന്നാൽ മോദി ഇവിടെ കേൾക്കുന്നത് രണ്ടുപേരെയാണ്. അതിലൊന്ന് അമിത്ഷായെയും മറ്റൊന്ന് അദാനിയുമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മനോഹരമായ പഞ്ച് ഡയലോഗുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രസംഗം പുരോഗമിച്ചത്. അത് ഉള്ളടക്കം കൊണ്ട് ഏറെക്കുറെ സമഗ്രമായിരുന്നു. ശൈലിയുടെ മാറ്റം എന്നുള്ളത് മർമ്മത്തിൽ തന്നെ കൊള്ളത്തക്ക വിധത്തിലുള്ള പ്രയോഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഒരു ത്രില്ലിംഗ് സിനിമയുടെ എക്സ്പീരിയൻസ് ആയിരുന്നു. മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാചകം കൂടി പറയുന്നുണ്ട്, ഇന്ത്യൻ ആർമിക്ക് ഒരു ദിവസം കൊണ്ട് ഒതുക്കാൻ പറ്റാവുന്ന കേസിലാണ് നിങ്ങൾ കുറ്റകരമായ മൗനം പാലിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ലങ്കയിൽ തീ കൊളുത്തിയത് രാവണൻ്റെ ധാർഷ്ട്യമാണ്, ലങ്കയിൽ തീ കൊളുത്തിയത് രാമനല്ല, ലങ്കയിൽ തീ കൊളുത്തിയത് ഹനുമാനല്ല, പകരം രാവണൻ്റെ ധാർഷ്ട്യമാണ്, അത് ഓർമ്മ വേണം എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് അളന്നുകുറിച്ച വാക്കുകളിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ആ പ്രസംഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കരുത്തുറ്റ പ്രതിപക്ഷത്തിനെ അടയാളപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവിൻ്റെ കിരീടധാരണമാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത് എന്നതാണ് എൻ്റെ പക്ഷം. സുജയ, അളന്നുകുറിച്ചാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അത് വളരെ കൃത്യമാണ്. പക്ഷേ ആ അളക്കാനായി വെച്ച ത്രാസിന്റെ ചങ്ങല ഇടയ്ക്കൊന്ന് പൊട്ടിപ്പോയി, പിന്നീട് അത് കൂട്ടി യോജിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ പ്രസംഗത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ വാചകങ്ങൾ അതിൽ ഒരിടത്തും, അതായത് ഈ ഹിന്ദുവിനെ പറയുന്നതിന് തൊട്ട് മുൻപ് BJP, RSS, നരേന്ദ്രമോദി, അമിത്ഷാ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ വാചകം പറയുകയായിരുന്നെങ്കിൽ അവിടെയാണ് ആ ത്രാസിന്റെ ചങ്ങല ആദ്യം പൊട്ടുന്നത്. ആ പൊട്ടൽ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് ഏച്ചുവെച്ചൊന്നും ആ വീഡിയോ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം
കാരണം രാഹുൽ ഗാന്ധി പറയുന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ, ആ ഹിന്ദി വാചകത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ 24 മണിക്കൂറും ഹിംസ ഹിംസ ഹിംസ, 3 വട്ടമാണ് ഹിംസയെക്കുറിച്ച് പറഞ്ഞത്. അതിനുശേഷം നഫ്രത്ത്, വെറുപ്പിനെ കുറിച്ച് പറയുന്നു. നഫ്രത്ത് 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 3 വട്ടം പറയുന്നു. അസത്യം 3 വട്ടം പറയുന്നു. ഇത് പറയുന്ന ഇതിനിടയിലോ മുൻപോ പിൻപോ, ഞാനും അദ്ദേഹത്തിന്റെ പ്രസംഗം 2 മണിക്കൂർ തികച്ചില്ലായിരുന്നു, 1 മണിക്കൂറും 40 മിനിറ്റുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ആ പ്രസംഗത്തിൽ ഈ ഭാഗം ആവർത്തിച്ച് ഞാനും കണ്ടു നോക്കി. പക്ഷേ അവിടെ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ 24 മണിക്കൂറും ഹിംസയും വെറുപ്പും അസത്യവും പ്രചരിപ്പിക്കുന്നവർ എന്ന വാചകം കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് BJP എന്നോ ശേഷം BJP എന്നോ പറഞ്ഞിട്ടില്ല. പിന്നീട് അടുത്ത ഭാഗത്തിൽ മാത്രമാണ് ഞാൻ അങ്ങോട്ട് നോക്കിയാണ് പറഞ്ഞത് എന്ന ഒരു വിശദീകരണം കൊടുക്കേണ്ടി വരുന്നത്. ഇത്രയും പറയുമ്പോൾ തന്നെ അസത്യം 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 എന്ന് 3 വട്ടം പറയുമ്പോൾ തന്നെ നരേന്ദ്രമോദി എഴുന്നേറ്റിട്ട് പറയുന്നു ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്, മൊത്തം ഹിന്ദു സമൂഹത്തെ ഹിംസ ചെയ്യുന്നവരാണെന്ന് പറയുന്നതാണ്. ആ വാചകത്തിന്റെ ആദ്യ ഭാഗത്തിൽ അത് പറയുന്നുണ്ട്. ഹിന്ദുക്കൾ എന്താ ഹിംസ ചെയ്യുന്നവരാണോ? അപ്പോൾ ഹിന്ദു എന്ന വികാരം മനസ്സിലുള്ളവർക്ക് അത് BJP-കാരാകണമെന്നോ RSS-കാരാകണമെന്നോ നിർബന്ധമില്ല. ഇപ്പോൾ ഈ പാനലിലിരിക്കുന്ന 4 പേര്, ഞാൻ ജാതിയോ മതമോ പറയുകയല്ല, പക്ഷേ ഇറ്റ്സ് എ ഫാക്ട്, 4 പേരും ഹിന്ദുക്കളായി ജനിച്ചവരാണ്. അപ്പോൾ ആ ഹിന്ദു എന്നതിൽ ഒരുപക്ഷെ എല്ലാവർക്കും അഭിമാനിക്കണമെന്നില്ല. ഹിന്ദുവായി അഭിമാനിക്കുന്ന ഒരു വ്യക്തിക്ക്, ഫോർ മീ, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ തന്നെ എടുക്കാം, മറ്റൊരാളെ ഞാൻ കോട്ട് ചെയ്യുന്നില്ല, ഫോർ മീ ആസ് എ ഹിന്ദു, ബീങ് ബോൺ ആസ് എ ഹിന്ദു, ഞാനതിൽ അഭിമാനിക്കുന്നയാളാണ്. അപ്പോൾ ഞാൻ ഹിംസ ചെയ്യുന്നയാളാണോ? ഞാൻ ഇന്നുവരെ ഒരു മനുഷ്യനെയും കൊന്നിട്ടില്ല, ഒരു മൃഗത്തെയും കൊന്നിട്ടില്ല. അപ്പോൾ ഹിന്ദുക്കളെല്ലാം ഹിംസ ചെയ്യുന്നവരാണ് എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്. ഹിന്ദുവായ സുജയ പാർവതിക്ക് വിയോജിപ്പുണ്ട്. അതുപോലെ ഇന്ത്യയിലെ, നേരത്തെ ഉണ്ണിസാർ കൃത്യമായി കണക്ക് പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ ഏതെങ്കിലും വ്യക്തിയുടെ, ഏതെങ്കിലും ഹിന്ദുവിൻ്റെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായി പോലും നീങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള പരാമർശമാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ഗൗരവമുള്ളതാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കുകയാണ്. ഹിന്ദു വികാരം വ്രണപ്പെട്ടോ അതൊരു പ്രചാരണ ആയുധമായി മാറുമെന്നുള്ളത് നിശ്ചയമാണ്. കാരണം രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയിൽ വോട്ട് ചെയ്യുന്ന, അതിനൊപ്പം നിൽക്കുന്ന നേതാക്കളായ നിരവധി ഹിന്ദുക്കളുണ്ട്. നേരത്തെ സനാതന ധർമ്മത്തെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞപ്പോൾ എന്താണ് മധ്യപ്രദേശിലെടുത്ത സ്റ്റാൻഡ്, രാജസ്ഥാനിലെടുത്ത സ്റ്റാൻഡ്, കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ നേതാക്കൾ. അപ്പോൾ കോൺഗ്രസിൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ വാചകത്തോട് പൂർണ്ണമായും യോജിപ്പുണ്ടോ എന്നുള്ളത് പോലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. എന്തായാലും നന്ദി പ്രമേയ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ 1 മണിക്കൂർ 40 മിനിറ്റ് കണ്ടെങ്കിൽ നാളെ 4 മണിക്ക് ഇതിന്റെ മറുപടി ബാറ്റിംഗ് വരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ. ആ മറുപടി ബാറ്റിംഗിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതും രാജ്യം കാത്തിരിക്കുകയാണ്. അപ്പോൾ RSS-ഉം BJP-യും നരേന്ദ്രമോദിയും എല്ലാ ഹിന്ദുക്കളെയും പ്രതിനിധീകരിക്കുന്നു എന്നൊന്നും ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ്. കോൺഗ്രസിലുണ്ട് ഹിന്ദുക്കളായ നേതാക്കൾ, ഹിന്ദു വിശ്വാസം പിന്തുടരുന്നവർ. രാഹുൽ ഗാന്ധി തന്നെ താൻ ഏത് വിശ്വാസമാണ് പിന്തുടരുന്നത് എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ആരാധനാലയങ്ങളിൽ പോകുന്ന ആളാണ്. ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാത്തത് ഹിന്ദു അല്ലാത്തത് കൊണ്ടല്ല എന്നുവരെ വിശദീകരിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്. അപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം സ്വന്തമൊന്നുമല്ല. ഹിന്ദുവായി ജനിച്ച ആളുകൾ ചിലപ്പോൾ മറ്റു മതങ്ങളിലേക്ക് പോകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന, അതിനൊക്കെ അനുവാദവും അതിനൊക്കെ നിയമപരമായ പരിരക്ഷയുമുള്ള ഒരു രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ശിവന്റെ അഭയമുദ്ര എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്, അല്ലാതെ സംഹാരമൂർത്തിയായ ശിവനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതായത് ഫിയർലെസ് ആയ, ആരെയും ഭയമില്ലാത്ത എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഈ എല്ലാ മതങ്ങളുടെയും കാര്യങ്ങൾ എടുത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയപ്പോഴാണ് ഓം ബിർള ഇടപെടുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, നമ്മുടെ സബ്ജക്റ്റ് പ്രതിപക്ഷത്തിന്റെ ചൂടറിഞ്ഞു എന്നാണ്. രാഹുൽ ഗാന്ധി കന്നി പ്രസംഗത്തിൽ കത്തിക്കയറി എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം ഈ 1 മണിക്കൂർ 40 മിനിറ്റ് നീളുന്ന രാഹുൽ ഗാന്ധിയുടെ സംഭാഷണത്തിൽ ഉടനീളം അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡെലിവറിയാണ് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല വളരെ പ്രിപ്പയർഡ് ആയിരുന്നു. അതായത് വിഷയങ്ങൾ, ഓരോ വിഷയങ്ങളിലും പറയേണ്ട പോയിന്റ്സിലൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ ഒരു പ്രിപ്പയർഡ് സ്പീച്ചിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റ് സംഭവിച്ചല്ലോ ഉണ്ണിസാറെ. ഉണ്ണിസാർ നേരത്തെ സ്പർശിച്ചു പോയതുപോലെ അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് നരേന്ദ്രമോദി അവരെ രക്തസാക്ഷികൾ എന്ന് വിളിക്കില്ല, അഗ്നിവീർ എന്നാണ്. ആ കുടുംബത്തിന് സഹായധനം കിട്ടില്ല. അതായത് രക്തസാക്ഷിയാകുന്ന അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായവർക്ക് സഹായധനം കിട്ടില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? ലോക്സഭയാകുമ്പോൾ ലോക്സഭയിൽ ഫാക്ട്സിൻ്റെയും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തോടെ പറയുമ്പോൾ അതിലൊരു വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. അതിനുള്ള എല്ലാ സംവിധാനവുമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന കന്നി പ്രസംഗത്തിൽ ഇങ്ങനെയൊരു തെറ്റ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. അതായത് അമിത്ഷാ അതിന് കൃത്യമായി മറുപടി പറയുന്നുണ്ട്. രാജ്നാഥ് സിംഗ് അപ്പോൾ തന്നെ ഇടപെട്ട് പറയുന്നുണ്ട് 1 കോടി രൂപ സഹായധനം, അത് പരിശീലന വേളയിലായാലും അത് കഴിഞ്ഞിട്ടുള്ള വേളയിലായാലും എപ്പോഴായാലും കൃത്യമായി ആ സഹായധനം ആ കുടുംബങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് വസ്തുത എന്ന് രാജ്നാഥ് സിംഗ് കൃത്യമായി സഭയിൽ തന്നെ
തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഈ വാദം രാഹുൽ ഗാന്ധിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സഭ എന്ന് പറയുന്നത്, ലോക്സഭ എന്ന് പറയുന്നത്, പാർലമെന്റ് എന്ന് പറയുന്നത് നുണ പറയാനുള്ള സ്ഥലമല്ല. നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നുണയ്ക്ക് രാജ്യത്തോട്, സൈനികരോട്, സൈനികരുടെ കുടുംബങ്ങളോട്, പാർലമെന്റിനോട് മാപ്പ് പറയേണ്ടി വരും. അപ്പോൾ കന്യപ്രസംഗത്തിൽ അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ലായിരുന്നു രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതാണ് അതിൽ എൻ്റെ അഭിപ്രായം. എന്തായാലും പാർലമെന്റിൽ അദ്ദേഹം നടത്തിയത് ഒരു മാസ് പ്രസംഗം തന്നെയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഹിന്ദുക്കളെ ആക്രമിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നുള്ള നറേറ്റീവാണ്. ഇതിനകം തന്നെ മാധ്യമങ്ങളിലെല്ലാം ആ രീതിയിലുള്ള വാർത്തകളാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമിത്ഷാ, രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ്, അങ്ങനെ പല നേതാക്കൾ എഴുന്നേറ്റ് സംസാരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവിന് പ്രധാനമന്ത്രി കൊടുക്കാൻ പോകുന്ന മറുപടി, കഴിഞ്ഞ നിങ്ങൾ ഇവിടെ ഇപ്പോൾ സ്മൃതി മാഡം സൂചിപ്പിച്ചതൊക്കെ വളരെ കൃത്യമാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ കൊടുത്ത മറുപടി പോലെ ആയിരിക്കില്ല. അതായത് ഫസ്റ്റ് ബാറ്റിംഗ് എങ്ങനെയാണോ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് അതിനേക്കാളും സ്ട്രോങ് ആയിരിക്കും. എന്നാലേ കളി ജയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കളി ജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നരേന്ദ്രമോദി നാളെ ക്രീസിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ മറുപടി ബാറ്റിംഗ് എന്ന് പറയുന്നത് വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരിക്കും. ഒരു ദാക്ഷിണ്യവും ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ ആ മറുപടി ബാറ്റിങ്ങിനായി നമുക്ക് കാത്തിരിക്കാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ. പിന്നെ എല്ലാ മതങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സിഖ് വിഭാഗത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഗുരുനാനാക്കിന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയതിനെക്കുറിച്ചും അങ്ങ് ഇവിടെ പരാമർശിച്ചു. അപ്പോൾ 1984 സിഖ് വിരുദ്ധ കലാപത്തെക്കുറിച്ച് കൂടി രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയുണ്ടാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് വിനയത്തോടെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത്. സിഖ് വിരുദ്ധ കലാപത്തിലേക്ക് കൊണ്ടുപോയ ആളുകൾ, അതുപോലെ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചവർ, അവരൊക്കെ അഹിംസയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ, ഹിന്ദുക്കൾ ഹിംസ ചെയ്യുന്നവരാണെന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ അതത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ്. സുജയ് പറഞ്ഞോടുള്ള വിയോജിപ്പ്, മുഴുവൻ ഹിന്ദുക്കൾക്കും വ്രണിത ഹൃദയരാകേണ്ട ആവശ്യമില്ല. കാരണം മുഴുവൻ ഹിന്ദുക്കളെയും അല്ല പറഞ്ഞ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശിവന്റെ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഹിന്ദുക്കൾക്ക് ഭയമോ വിദ്വേഷമോ പ്രചരിപ്പിക്കാനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ BJP ആകട്ടെ മുഴുവൻ സമയം വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത്. അപ്പോഴാണ് സ്പീക്കർ രാഹുലിനെ തടയാൻ ശ്രമിച്ചത്. അപ്പോൾ തൻ്റെ സന്ദേശം നിർഭയത്വമാണെന്നും അഹിംസയെക്കുറിച്ചാണ് താൻ പറയുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നു. ശിവനെ മാത്രമല്ല ബുദ്ധ, ജൈന, സിഖ്, ഇസ്ലാം മതങ്ങളെക്കുറിച്ചൊക്കെ രാഹുൽ വിശദീകരിക്കുന്നു. അതിനുശേഷം ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ അക്രമത്തെക്കുറിച്ചും വെറുപ്പിനെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹിന്ദുമതം അക്രമരാഹിത്യത്തെക്കുറിച്ചും സത്യത്തോടൊപ്പം നിലനിൽക്കുന്നതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നതെന്നും ഇത്രയും വിശദമായി പറഞ്ഞ ശേഷം ഹിന്ദുക്കൾക്ക് മുഴുവൻ വ്രണപ്പെട്ടു എന്ന് പറയാൻ മോദി എണ്ണിക്കേണ്ടതില്ല. അപ്പോൾ അതിൽ നിന്ന് അടർത്തിമാറ്റി പറയുകയാണ് ചെയ്യുന്നത്. ഇടപെടാമോ? അതായത് മാഡം ഈ പറഞ്ഞത് നരേന്ദ്രമോദി ഇടപെട്ടതിന് ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഭാഗമാണ്. അവിടെയാണ് നിങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞ വേണമെങ്കിൽ വിത്ത് യുവർ പെർമിഷൻ ഞാൻ അതുകൂടെ കൂട്ടിച്ചേർക്കാമെന്ന്. അതിന്റെ ഭാഗമായി പറയുന്നത് എന്താണ്? നിങ്ങൾ എവിടെയാണ് പറയുന്നത്? Those who call themselves Hindu are always focusing on violence, hatred, lies. രണ്ടാം ഭാഗമാണ് സാർ. അല്ല, ഞാൻ ആ ബൈറ്റ് പ്ലേ ചെയ്യാം. അല്ല, കേൾക്കൂ, നമുക്ക് കാണാം, നമുക്ക് പ്ലേ ചെയ്യാം, കൊടുക്കാം. ഞാൻ അതേ കാര്യത്തിന് ഉദ്ധരിക്കുന്നത്. Those who call themselves Hindu are always focusing on violence. എവിടെ നോക്കിയാ പറയുന്നത്? ട്രഷറി ബെഞ്ചിനെ നോക്കിയാണോ? സാർ, സ്പീക്കറെ നോക്കിയാണോ? പ്രതിപക്ഷത്തെ നോക്കി പറയുകയാണ്. Those who call, പറയുന്നു എന്നല്ല, വിളിക്കുന്നവർ, those who call themselves as Hindus focusing on violence എന്ന് ട്രഷറി ബെഞ്ചിനെ നോക്കിയാണ് വിളിക്കുന്നത്. ട്രഷറി ബെഞ്ചിനെ നോക്കി പറയാണ്. അപ്പോഴാണ് എന്നിട്ടൊരു വാചകം കൂടി ചേർക്കുന്നു, യു ആർ നോട്ട് ഹിന്ദുസ്. അത് കഴിയുമ്പോഴാണ് ആരെഴുന്നേക്കുന്നത്, ദിസ് ഈസ് എ സീരിയസ് ഇഷ്യൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞെഴുന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് ട്രഷറി ബെഞ്ചിനെ നോക്കി പറയുന്ന പ്രതിപക്ഷ നേതാവ്. സർ, എവിഡന്റ് അല്ലേ സർ? എങ്ങോട്ട് നോക്കി എന്നുള്ളതല്ല, ഇത് മറ്റൊരു ചുംബന വിവാദവും നമ്മൾ കണ്ടതാണല്ലോ. സ്മൃതി ഇറാനിയുടെ ചുംബന വിവാദം. അങ്ങോട്ടല്ല നോക്കിയത്, ഇങ്ങോട്ടാണ് നോക്കിയത്. ഫ്ലൈയിങ് കിസ് കൊടുത്തത് എങ്ങോട്ടാണ് എന്നൊക്കെയുള്ളത്. മാഡം, ഞാനൊന്ന് പ്ലേ ചെയ്ത് എന്റെ കയ്യിലുണ്ട്. ഓഡിയോ കേട്ടാൽ മതിയല്ലോ. അതായത് ഈ ഭാഗമാണ് വേണ്ടത്, ഈ ഭാഗമാണ് വേണ്ടത്. പ്രതിപക്ഷത്തെ നോക്കി തന്നെയാണ് പറയുന്നത്. അതിലാ പ്രതിപക്ഷത്തെ നോക്കി പറയുന്നതിനോടൊപ്പം പറയുന്നു, യു ആർ നോട്ട് ഹിന്ദുസ്, നിങ്ങൾ ഹിന്ദുക്കളല്ല. അങ്ങനെയല്ല, ആരാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ? നമുക്ക് ഹിന്ദി കേൾക്കാമല്ലോ. വളരെ ഹിന്ദി ഹോ ഹി നഹി എന്ന് പറയുന്നുണ്ടല്ലോ. ഹിന്ദു ഹോയി നഹി, നമുക്ക് കാണാം. അവസാനം ഇതിൽ 3 വരെ കഴിയുമ്പോൾ നരേന്ദ്രമോദി എഴുന്നേൽക്കുന്നതാണ് ഒറിജിനൽ പാർലമെന്റിന്റെ ബൈറ്റിലുള്ളത്. അത് ഒരു മിനിറ്റ് സാർ. ഇതിലിപ്പോൾ രണ്ടാമത് പറഞ്ഞ ഭാഗം കൂടി ചേർത്ത് വെച്ചുള്ള ബൈറ്റാണ് നമ്മൾ സംപ്രേഷണം ചെയ്തതെന്നുള്ളത് ഞാൻ വിനയപൂർവ്വം അങ്ങേ ഓർമ്മിച്ചു. നരേന്ദ്രമോദി അതിനിടയിൽ ഇടപെടുന്ന ഭാഗം കൂടി ഹിന്ദുക്കളല്ല എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് മുമ്പാണോ ശേഷമാണോ? സാർ പ്ലീസ്, ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ ഞാൻ പറഞ്ഞോട്ടെ സാർ, ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. 24 മണിക്കൂറും ഹിംസ, വെറുപ്പ്, അസത്യം, ഈ 3 വാക്കുകളും നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്
ഹിന്ദുക്കളാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആ മൊമെന്റിൽ നരേന്ദ്രമോദി അവിടെ ഇടപെടുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കാണിച്ച ബൈറ്റിലില്ല. ഇതാണ് എഡിറ്റഡ് ബൈ. ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്നവർ ശരിയാണ്, ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണോ അല്ലയോ മോദി പറയുന്നത്? ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ 24 മണിക്കൂറും ഹിംസ, വെറുപ്പ്, അസത്യം, ഇതാണ് ബെഞ്ചിനെ നോക്കി പറയാണ് നിങ്ങൾ ഹിന്ദുക്കളല്ല. സർ, പാർലമെന്റ് എന്ന് പറയുന്നത് രാജ്യത്തിന് മുഴുവൻ, അതായത് അവിടേക്ക് നിയമനിർമ്മാണത്തിനായി പോയിരിക്കുന്ന ജനപ്രതിനിധികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോകുന്ന ആളുകളാണ്, ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർ. അപ്പോൾ അവിടെ പറയുന്ന ഓരോ വാചകവും ട്രഷറി ബെഞ്ചിനെ നോക്കിയിട്ടാണോ, തെക്കോട്ടാണോ, വടക്കോട്ടാണോ എന്നല്ല, അവിടെ പറയുന്നത് എൻറ്റയർ ഇന്ത്യയിലെ ഹിന്ദുസിന് ബാധകമാണ് സർ. ആദ്യം പറഞ്ഞ ആർഗ്യുമെന്റ് മാറി. ട്രഷറി ബെഞ്ചിനെ നോക്കി നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് ഈ മുഴുവൻ എന്താണ് സാർ? നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് ട്രഷറി ബെഞ്ചിനെ നോക്കി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പറയുന്നു. ട്രഷറി ബെഞ്ചിന് മാത്രം ബാധകമാണെന്ന് ഡോക്ടർ അരുൺ പറയുന്നു. ഞാൻ പറയുന്നു ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞു. ഹിന്ദുക്കൾ ഇങ്ങനെ ചെയ്യുന്നവരാണെന്ന് ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞു. എന്റെ വികാരം വ്രണപ്പെട്ടു. ഇവിടെ ഇരുന്ന് കണ്ടാൽ കളമശ്ശേരിയിൽ ഇരുന്ന് ഈ വൈറ്റ് കണ്ട ഈ പ്രസംഗം കണ്ട അതിപ്പോ ഒരാൾ സ്വയം വ്രണപ്പെടണമെന്ന് തോന്നിയാൽ പക്ഷേ ഒരു കാര്യം അതിനകത്ത് വളരെ ക്ലിയർ ആണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ സാർ, ഒറ്റ കാര്യം കൂടി പറയൂ. അതായത് അപ്പോൾ ആ കാര്യത്തിൽ കാര്യം കൃത്യമായി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചു, നമ്മളെല്ലാവരും ഹിന്ദുക്കളായിട്ടല്ലേ ജനിച്ചത് എന്ന് ചോദിച്ചു. നമ്മളെല്ലാവരും, ഞാനും അടക്കമുള്ളവർ ഹോമോസാപ്പിയൻസ് ആയിട്ടാണ് ജനിച്ചത്, പിന്നീട് ഹിന്ദുക്കളായി മാറുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഓരോരുത്തരും ജനിക്കുന്ന കുടുംബം. ഞാൻ ജനിച്ചതൊരു ക്രിസ്തു മതത്തിലായിരുന്നെങ്കിൽ ഞാനൊരു ക്രിസ്തുവായിട്ട് ജനിക്കുമായിരുന്നു. അപ്പോൾ ജനിക്കുന്നത് നമ്മൾ ഹോമോസാപ്പിയൻസ് ആയിട്ടാണ്. അതിനകത്ത് രണ്ടാമത്തെ ക്ലാരിഫിക്കേഷൻ. 3, ഇതിൽ രാഹുൽ ഗാന്ധി നിയമ നടപടി നേരിടേണ്ടി വരുന്ന ഒരു നിയമ നടപടി നേരിടേണ്ടി വരുന്നില്ല. കാര്യം പാർലമെന്റിൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. മാത്രമല്ല അത് അമിത്ഷാ എഴുന്നേറ്റ് പറഞ്ഞത് റെക്കോർഡിൽ നിന്ന് നീക്കം ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വികാരം വ്രണപ്പെടേണ്ടതൊന്നും രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞിട്ടില്ല. ഇനി വികാരം വ്രണപ്പെടും എപ്പോഴാണ്? രാംലല്ലയുടെ പേരിൽ വോട്ട് പിടിച്ച് ഫൈസാബാദിൽ തോറ്റുപോയ ആളുകൾക്ക് ഹിന്ദു എന്ന് പറഞ്ഞ് ഇനി അവരെ സമീപിക്കാൻ കഴിയില്ല. കാര്യം അവരെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ശിവൻ, നിങ്ങളുടെ രാമനും ശിവനും വൈഷ്ണവനും ശക്തിയും ഒക്കെ അടങ്ങുന്നതാണിതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഒരു കാര്യം കൂടി കണ്ടു ഉണ്ണി ബാലകൃഷ്ണൻ, 50 തവണയാണ് ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിനെ തടസ്സപ്പെടുത്താൻ എഴുന്നേറ്റത്. നരേന്ദ്രമോദി 2 തവണ, അമിത്ഷാ 4 തവണ, ശിവരാജ് സിംഗ് ചൗഹാൻ 3 തവണ, രാജ്നാഥ് സിംഗ് 3 തവണ. നോക്കൂ, 10 തവണയിലടക്കം പ്രമുഖ നേതാക്കളടക്കം അശ്വിനി വൈഷ്ണവ് അടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ? ദരാഹുമത്. ഇതിനകത്ത് പിന്നെ സുജയ പറഞ്ഞൊരു കാര്യമുണ്ട്. രാജ്യത്തെ മൊത്തം ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയായിട്ട് ഇത് ഹിന്ദു സമൂഹം ഒന്നടങ്കം അങ്ങ് സ്വീകരിക്കാൻ പോവുകയാണെന്നും അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായി ശിക്ഷിക്കപ്പെടും എന്നുമാണല്ലോ സുജയ പറയുന്നത്. ഇവിടെ അങ്ങനെയല്ലല്ലോ സാർ, അതിനുള്ള സാഹചര്യം ആ വാചകത്തിലുണ്ട് എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ശരി, ഹിന്ദുക്കളാണ് തീരുമാനിക്കേണ്ടത്. ഹിന്ദുക്കൾക്ക് രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞതിൽ കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അത് കുറച്ചുകൂടി കെയർഫുൾ ആയി ഉപയോഗിക്കേണ്ട വാചകമായിരുന്നു എന്നുള്ളത് ആസ് എ ഹിന്ദു ഇറ്റ്സ് മൈ ടേക്ക്. ശരി, പിന്നെ പറയാലോ. ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ആകാംക്ഷയേ ഇല്ല. അതായത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ച് നോക്കുമ്പം BJPയോടൊപ്പമല്ല രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളും. 1925 RSS രൂപീകരിച്ചത് മുതൽ ഈ രാജ്യത്ത് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു ആശയങ്ങൾക്ക് 2025 എത്തുമ്പോൾ 100 വർഷം കഴിയുമ്പോൾ ഇടക്കാലത്തൊരു വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അത് പിന്നോട്ടടിക്കുന്ന ഒരു ചരിത്ര സാഹചര്യത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇനി രാജ്യത്തെ മൊത്തം ജനസംഖ്യ എടുത്താൽ 78% ഹിന്ദുക്കളാണ്. BJP ഹിന്ദുത്വ ആശയത്തിനുമേൽ ഉയർത്തപ്പെട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 37% വോട്ടാണ്. അതായത് BJPയുടെ ഹിന്ദുത്വ ആശയത്തോട് യോജിക്കാത്ത 41% ഹിന്ദുക്കൾ പുറത്തു നിൽക്കുകയാണ്, ആ പാർട്ടിയുടെ പുറത്തു നിൽക്കുകയാണ്. അതായത് അവരെ ഈ രീതിയിലൊന്നും അവരുടെ വികാരത്തെ ഉണർത്തിവിടാൻ BJPക്ക് കഴിയില്ല. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവന രാജ്യത്തെ മൊത്തം ഹിന്ദുക്കളെ അങ്ങ് പിന്നെ എന്താ പറയുക ഹിംസ നടത്തുന്നവരാണ് എന്ന് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോയാലൊന്നും അത് വിലപ്പോവില്ല. കാരണം വെച്ചാൽ അവർ വളരെ സെക്കുലറായ ഹിന്ദുക്കളാണ്. അവർ മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഹിന്ദുക്കളാണ്. അതുകൊണ്ടാണെന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഭൂരിപക്ഷ മതങ്ങൾ സംയമനത്തോടെ നിൽക്കുമ്പോൾ മാത്രമാണ് ന്യൂനപക്ഷങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുക. അങ്ങനെ അല്ലാത്ത സമയത്തൊക്കെ വലിയ കലാപങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കുന്നത് ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ ഒരു സമാധാന മനസ്സുണ്ട്, മതേതര മനസ്സുണ്ട്. ആ മതേതര മനസ്സിനെ വൈകാരികമായി ഉണർത്താനാണ് BJP
BJP ശ്രമിച്ചിട്ടുള്ളത്. അതിനോട് മുഖം തിരിഞ്ഞ് നിന്നവരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളും. അതുകൊണ്ടാണ് 37% എന്ന് പറയുന്ന ഒരു പിന്നെ എന്താ പറയുക ഒരു ചെറിയ വോട്ട് ബാങ്കിൽ BJP ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് 37% പൂർണ്ണമായും ഹിന്ദുക്കളാണെന്നല്ല, മറ്റു വിഭാഗങ്ങൾ കൂടി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എങ്കിലും 37% വോട്ട് അവർക്കുണ്ടല്ലോ. ബാക്കി 41% ഈ പറയുന്ന ഒരു നരേന്ദ്രമോദിയുടെ ഒരു പിന്നെ അല്ലെങ്കിൽ അമിത്ഷായുടെ ഒരു വർഗീയ പ്രചാരണത്തിനും വീണിട്ടില്ലാത്ത ആളുകളാണ്. പക്ഷേ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ഛിന്ന ഭിന്നമായി പോകുന്ന ഒരു ഓപ്പോസിഷൻ്റെ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ 37% ഒരു ഫോർമിഡബിൾ വോട്ട് ബാങ്കായി മാറുകയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് നരേന്ദ്രമോദി വരികയും ചെയ്തിട്ടുണ്ട്. 24 തെരഞ്ഞെടുപ്പിൽ ആ ശവപ്പെട്ടിയിൽ ആണി അടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും പറഞ്ഞുകൊണ്ട് മൊത്തം ഹിന്ദുക്കളെ അങ്ങ് മോശമാക്കി കളഞ്ഞു എന്നും പറഞ്ഞാൽ ഉള്ള വോട്ട് പോലും സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം BJPക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കും. മാത്രമല്ല, നിങ്ങൾ ഹിന്ദു എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ശിവന്റെ ചിത്രം എടുത്തുകൊണ്ട് വരുമ്പോൾ അതിൽ തന്നെ ആൾക്കാർ ചോദിച്ചു പറയും വൈഷ്ണവ മതം, അതെ, ശാക്തേയ മതം, ശൈവമതം, അല്ലേ, അതെ. സ്മാർത്ഥമതം എന്നിങ്ങനെ ചോദിച്ചു തുടങ്ങുന്നു. ആ ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ പിരിവുകളും ഉൾപ്പിരിവുകളുമായി നിൽക്കുന്ന ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ആ ശ്രീനാരായണ ഗുരുവിനെയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ ഒരു ബേസ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ശ്രീനാരായണ ഗുരു പറഞ്ഞ വാചകം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പല മതസാരവും ഏകം എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഏകം വിശ്വ വിപ്രാ ബഹുദാവദന്തി എന്നൊക്കെ പറയുന്ന പോലെ സത്യം പറയുന്നു, അത് പല മതങ്ങളെ ഉപയോഗിച്ച് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് പറയുന്നു, വിലക്കിയിട്ടും അത് അദ്ദേഹം തുടരുന്നു. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പ്രതിപക്ഷം ഇനി ജാതി സർവേയിൽ ഊന്നാൻ പോകുന്നു. ജാതി സർവേ അപ്പോൾ അടുത്തത്. അപ്പോൾ ഇതിന്റെ തുടർച്ചയാണ്. ഇത് വളരെ മെറ്റിക്കുലസ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യയിൽ തന്നെ അഗ്നിവീറിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് വീഴ്ച സംഭവിച്ചതെന്ന് ചോദിച്ചല്ലോ. അഗ്നിവീറിന്റെ സ്കീം സാധാരണ പട്ടാളക്കാരുടെയും അഗ്നിവീർ പട്ടാളക്കാരുടെയും രണ്ടാണെന്ന് പാർലമെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് BJPയുടെ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന നമ്മുടെ BJP MP നേതൃത്വം നൽകുന്ന പാനലാണ്. ആ പാനലിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ടാണ്, സമീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അഗ്നിവീറുകൾക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ എങ്ങനെയാണെന്നറിയുമോ? അവരുടെ ഇൻഷുറൻസ് 48 ലക്ഷം രൂപ അടക്കമാണ് കിട്ടുന്നത്. മാത്രമല്ല 4 വർഷത്തിന് മുമ്പ് 3 വർഷമാണ് മരിക്കുന്നതെങ്കിൽ 4ാമത്തെ വർഷം വരെയുള്ളതാണ് അവർക്ക് ബാക്കി ആനുകൂല്യം കിട്ടുക. പക്ഷേ അങ്ങനെയല്ല ഒരു വിമുക്ത ഭടന കിട്ടുക, ആജീവനാന്തം കുടുംബത്തിന് കിട്ടും. അത് കിട്ടില്ല. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ രാഹുൽ ഗാന്ധി ഉപയോഗിച്ച വാചകം സഹായധനം കിട്ടില്ല എന്നുള്ളതാണ്. അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ് സർ. അല്ലല്ല സർ, നോക്കൂ, സഹായധനം കിട്ടില്ല എന്നുള്ള ഒരു ഷാർപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. വേണമെങ്കിൽ ആ വാക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്താ പറഞ്ഞു നോക്കൂ, ഇൻഷുറൻസ് കൊടുക്കുന്നതാണ് 48 ലക്ഷം. പക്ഷേ ഒരു വിമുക്ത ഭടന കിട്ടുന്നത് അങ്ങനല്ല. അത് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷനാണ്. ഇത് കൊടുക്കുന്നത് ഇൻഷുറൻസ് ആണ്. ബോത്ത് ഡിഫറെന്റ്. ഈ 1 കോടിയിൽ 48 ലക്ഷം രൂപ ഏതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? നോക്കൂ, അതല്ലേ ഫാക്ട്സ് അല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. രാജ്നാഥ് സിംഗ് എന്താ പറഞ്ഞത്? അങ്ങനെയല്ല, 1 കോടി രൂപ ബാറ്റിൽ മരിച്ച ആളുടെ അഗ്നിവീറിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 1 കോടിയുടെ സ്പ്ലിറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് രണ്ടും 2 രീതിയിലാണ്. സാധാരണ ഒരു മിലിറ്ററി പേഴ്സൺ മരിക്കുന്നത് 2 അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ചത്. 2 സംഭവിച്ചു. ഞാനും അതിനെ അതേ പറയുന്നുള്ളൂ. അല്ലാതെ ഈ പദ്ധതി പൂർണ്ണമായും താങ്കൾ പറഞ്ഞതുപോലെ ഈ പദ്ധതി പൂർണ്ണമായും 1 കോടി രൂപ എന്ന് പറയുന്നത് സിംഗിൾ ഹെഡിൽ കൊടുക്കുന്നതാണ് എന്ന് ഞാനും സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. ആ ഫാക്ച്വൽ സംഭവിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ചൂടറിഞ്ഞോ എന്നതായിരുന്നു ചോദ്യം. പ്രതിപക്ഷത്തിന്റെ ചൂടറിഞ്ഞു എന്നാണ് 4 പേരുടെയും അഭിപ്രായം. നാളെ മറുപടി എന്നും കൂടി ഉണ്ട്. ഇന്ന് മറുപടി പറയാൻ പറ്റാത്ത എന്തായിരിക്കും സുജിയ? പ്രധാനമന്ത്രിക്ക് നാളെയാണ് മറുപടി പറയാനായിട്ട് അലോട്ടഡ് ടൈം. അതാണ്. പക്ഷേ ക്രിക്കറ്റ് മാച്ച് 50 ഓവർ ഇന്ന് തന്നെ കളിക്കണം. ബാക്കി 25 ഓവർ. ലോക്സഭയുടെ നടപടിക്രമം അങ്ങേക്ക് ഉണ്ണിസാറോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. അങ്ങനെയല്ലേ ഉണ്ണിസാർ? മറുപടി പറഞ്ഞുള്ളൂ. നീറ്റ് പറഞ്ഞില്ല, അഗ്നിവീർ പറഞ്ഞില്ല, ഹിന്ദുമതം. ഡോക്ടർ അരുൺ അത് ഇടപെടുകയാണ്. അത് പ്രതിപക്ഷ നേതാവിന്റെ സംഭാഷണത്തിൽ ഇടപെടുകയാണ്. അല്ലല്ല, അത് ഇന്റർഫിയർ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പൂർണ്ണമായ മറുപടി നാളെ കൊടുക്കുമ്പോൾ പൂർണ്ണമായി കാണാം മാഡം. 4 മണി മുതൽ അതിനായി സമയം നാളെ എന്തായാലും നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുക. 4 മണിക്ക് കാണാം. ഇതൊക്കെ വരണമല്ലോ സുജയ. ഭരണപക്ഷവും പ്രതിപക്ഷവും ആരോഗ്യകരമായ ഒരു സംവാദത്തിൽ ഇടപെടുന്ന ലോക്സഭയല്ലേ നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം അത് യാഥാർത്ഥ്യമായി എന്നതിലാണ് നമ്മുടെ സന്തോഷം. അപ്പൊ ആനന്ദിച്ചാട്ടെ. അതെ, എനിക്ക് എപ്പോഴും ആനന്ദമാണ് സർ. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാക്കാം. നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നാളെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അതെ, പ്രധാനമന്ത്രിയുടെ പ്രസംഗം. പ്രധാനമന്ത്രിയുടെ ചൂടറിഞ്ഞോ എന്ന് നമുക്ക് വേണമെങ്കിൽ തലക്കെട്ടിട്ട് പോകാം. അതും ചർച്ച ചെയ്യാം. Meet the editors.